ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാഗോ ഗെയിമിംഗ്. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കളിച്ചാണ്. പിന്നെ ഇന്നലെ ഞാൻ ഈ ഗ്രാനി ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഓരോ ലെവൽസാണ്, എക്സ്ട്രീം, ഈസി, അങ്ങനെ. അപ്പോൾ ഞാനധികം ഒന്നും പറയണില്ല, നേരെ ഗെയിം പ്ലേക്ക് പോവാം. ഓ എനിച്ച അപ്പോഴാണ് എനിക്കണേ, പിന്നെ നാളെ എനിച്ചാൽ മതിയായിരുന്നില്ല ഈ പയ്യനെ. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് നോക്കുക വെച്ചെങ്കിൽ, ഇന്നലെ കളിച്ചത് വെച്ച് നോക്കുക വെച്ചെങ്കിലും, ഇതെടുത്ത് അവിടെ ഡ്രോപ്പ് ചെയ്യാച്ചെങ്കിൽ ഗ്രാനി അവിടേക്ക് വരും. പിന്നെ നിങ്ങൾ പറഞ്ഞാലാണ് ഞാൻ ഈ ഗെയിം കളിക്കണേ. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നോക്കാം ഗ്രാനി ഇങ്ങോട്ട് വരുമോന്ന്. പോരും ഇപ്പോൾ വരണ്ടാണല്ലോ. ഗ്രാനീനെ കാണാല്ലേ. ഗ്രാനി എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് തന്നെ പോയി നോക്കണം. ഇന്നലത്തെ പോലെ വേണ്ട. ഇന്നലെ വന്ന് മണ്ടയ്ക്ക് എന്ത് സ്പീഡിലാണ് അടിച്ചേ. പാട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടത് തേങ്ങ. ആ വന്നിട്ടുണ്ട്. അയ്യോ എന്നെ കണ്ട്. അതെങ്ങനെ അടിയിലിരിക്കണ്ടായിരുന്നു, എന്നെ എങ്ങനെ കാണാം. അയ്യോ എന്ത് തേങ്ങയാണ്. അവിടേക്ക് അവിടേക്ക് എറിഞ്ഞു. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അടുക്കി നിൽക്കണം. ഗ്രാനി അമ്മൂമ്മ, ഇതാണ് നമ്മളെ ഗ്രാനി അമ്മൂമ്മ. ആളെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പേടിയാവുണ്ട്. ഇറങ്ങാം. മുടിയൊക്കെ നിരഞ്ഞിട്ടുണ്ടല്ലോ. അമ്മൂമ്മ ഡൈ അടിക്ക്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇതാ അടുക്കളയാന്ന് തോന്നുന്നു. വാട്ടർമെലൻ 2 എന്തൊക്കെയുണ്ട്. എൻ്റെ സെൻസിറ്റിവിറ്റി കൂടിയായിട്ടാണ് എൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവണില്ല. ഇതൊക്കെ തുറന്നു. അയ്യോ ഇതാരാ അമ്മേ. അയ്യോ ഗ്രാനി അമ്മൂമ്മയെ പിടിക്കല്ലേ, ഞാനൊരു പാവം. അയ്യോ ഗ്രാനിയുടെ വായിക്കന്നെ. ഗൈസ് നമ്മൾ അമ്മൂമ്മയുടെ വായിക്ക് ചെന്ന് കൊടുത്ത് സെൻസിറ്റിവിറ്റി മാറ്റണം. അവിടെ ബുക്കൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു ഫോട്ടോയുടെ കഷ്ണം ഇരിക്കുന്നുണ്ട്. ഈ ഫോട്ടോയുടെ കഷ്ണമൊക്കെ വെച്ചിട്ട് ഒട്ടിക്കണാണാവോ ഒന്നറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും കണ്ടു. നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഗ്രാനി കളിച്ചത്. നിങ്ങൾ ആൾക്കാരെ പേടിപ്പിക്കണ ഗെയിംസൊക്കെ ഇതേപോലെ പറയണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രം നമ്മൾ ഇതേപോലത്തെ ഗെയിംസൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ കമൻറ്റ് ചെയ്യുക. അയ്യോ ഗ്രാനി അമ്മൂമ്മേനെ കാണാനില്ലല്ലോ. ഗ്രാനി അമ്മൂമ്മേ. പിന്നെ ഇവിടെ ജനാല വഴി ചാടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഏത് ജനാലയാണെന്ന് എനിക്ക് അറിയണില്ല. ഞാൻ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുറക്കട്ടെ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. എന്തൊരു സ്പാർക്ക് പ്ലഗ് മാത്രം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല. കാറിക്കാം. എൻ്റെ കൂട്ടുകാരൻ പറയേണ്ടത് കാറിക്കാന്ന്. കാറൊക്കെ ഇനി എവിടെയാണ് എടുക്കണേ? അടിയിലാ? ഓക്കെ അടിയിലുണ്ടെന്നൊക്കെ പറയുന്നത്. നേരെ നമുക്ക് അടിയിലേക്ക് പോവാം. ഇവിടെ അമ്മൂമ്മ ഉണ്ടോ എവിടെയാണെന്നൊന്നും അറിയില്ല. അയ്യോ ഇത് ഏതാ സ്ഥലം? ഇതെന്താ? ഇത് ഞാൻ ഇന്നലെ തട്ടി മാറ്റിയ സാധനമാണ്. ഇത് ഈ ഭാഗമൊക്കെ ഓർമ്മ ഉണ്ട്. ഇതാണ് ഞാൻ ഇന്നലെ നനഞ്ഞു വന്നു. അമ്മൂമ്മയ്ക്ക് ഇത്ര സ്പീഡാണ്. അത് ഈസി എക്സ്ട്രീമാ. അമ്മൂമ്മയുടെ വീട്ടിലത്തെ ഗേറ്റൊക്കെ തള്ളി പൊളിച്ച് വരുന്നുണ്ട് ഗൈസ്. അമ്മൂമ്മേ ഞാനൊന്നും ചെയ്യണില്ല, ഞാനൊരു പാവം, അവിടെ വെറുതെ വന്നതാ. പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. പിന്നെ ഇവിടെ എന്തോ സീക്രട്ട് ഡ്രോവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത റിമോട്ട് കൺട്രോളാ. ചിക്കൻ കഷ്ണമൊക്കെ ഇട്ടിട്ടില്ല. അതാ അവിടെയാണ്. ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒരു ഡോറുണ്ട്. ഒന്നുമില്ല. ഇവിടെ കാക്ക ഇരിക്കുന്നുണ്ട്. കാക്കേര അവിടെ എന്തോ ഉണ്ടല്ലോ.
ഒന്നും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാർ എവിടെയാന്ന് പോയി ആദ്യം തപ്പട്ടെ. ചിക്കൻ കഷ്ണം തട്ടി ഗ്രാനി തള്ളം ഇങ്ങോട്ട് വരികയാണാവോ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഗ്രാനി നമ്മളെന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ ഗ്രാനിക്ക് കേൾക്കാൻ പറ്റും ഇത്രേ. ഓക്കെ ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രാനി കേട്ട് ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ഈ വഴി എസ്കേപ്പ് ചെയ്യാം. ഇങ്ങനത്തെ ഐഡിയ സീനല്ലേ. എന്താ ചെയ്യുക, പെട്ടെന്ന് അവിടെ എന്തിരിക്കണേ, ബാറ്ററിയാ? എന്തൊരു ബാറ്ററി ഇരിക്കുന്നുണ്ട് അവിടെ. നമ്മളത് നോക്കണില്ല. നമ്മൾ ഇതും തട്ടിയിട്ട് നേരെ ഉള്ളി കയറി. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളി കയറിയിട്ടുണ്ടെങ്കിൽ ഗ്രാനി ഒന്നും ചെയ്യില്ലാന്ന്. ഓക്കെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ ഗ്രാനിക്ക് പേടിയുണ്ടേ. ശരിക്കും പറയാം എനിക്ക് ഗ്രാനീനാണ് പേടി. ഓക്കെ ഇതെന്താ? ഞാനെന്തോ പിടിച്ച് നിലത്തേക്ക് വിളിച്ച്. ഇപ്പം വരും. അമ്മേ ആലുറക്കടാ, അടച്ചോ. ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രീം. കിട്ടി മോനെ, കിട്ടി. ഇന്നലെ ഇതിൻ്റെ 2 പീസാണ് എത്തി. ഇത് മാത്രം കിട്ടിയില്ല. നല്ല വീഡിയോ എടുക്കാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇന്നലത്തെ ഗെയിം പ്ലേ. അല്ല ഫുള്ള് പേടിക്കലായിരുന്നു. ഇന്ന് എനിക്ക് ഗ്രാനീനൊരു പേടിയില്ല. അതെന്തിരിക്കണേ, കാർ ബാറ്ററി ആണെന്ന് തോന്നുന്നു. അതന്നെ. ഇന്നലെ ഏതോ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. തോക്ക് എവിടെ വെക്കണ്ടേ? ടേബിളിന് ആടാ ടേബിളിൽ വെച്ചിട്ടുണ്ട്. കാറ് എന്തേലും ഉണ്ട് കാറിൽ? പിന്നെ ഇവിടെ വെച്ചിട്ട് ആരും ഇങ്ങനെ ഗ്രാനിനെ കൊല്ലാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തോ ഓൺ ഓഫ് ഒക്കെ ഉണ്ട് ഇത്രേ. നമുക്ക് തോക്കൊന്നും വേണ്ട ആവശ്യമില്ല. വേറെ ഇപ്പം എന്താ ചെയ്യുക? ഗ്രാനി ഇപ്പോൾ വരുമോ? അമ്മൂമ്മ പെട്ടെന്ന് അമ്മൂമ്മക്ക് ചായവടി ഉഴുന്നോടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടി പോകണാവില്ല അത്രേ. എന്തൊക്കെ ചെയ്യണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി. സീൻ തന്നെ. അപ്പോൾ ഗൈസ്, ഞാനധികം ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ഇനി കണ്ടോ. അമ്മേ ഗ്രാനി ഞാൻ വാല് പൂട്ടണം എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത് വെച്ച് പൂട്ടാ. ഇതാണ് ഓൺ ഓഫും സാധനം. ഓക്കെ, നമ്മൾ ഗ്രാനീനെ അവിടെ കുക്ക് ചെയ്യാന്നൊന്നും എന്തോ പുകയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഗ്രാനീനെ കുക്ക് ചെയ്ത് തിന്നാൻ പോവാ. നമ്മൾ ഗ്രാനി മന്തിയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഗ്രാനി മന്തി. വടായി പടായി എന്നിട്ട് ജീവിച്ചു വരുമോ? നമുക്കെന്തോ സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളത് എവിടെ ദൂരട്ടേന്ന് അറിയില്ല. കാർ ബാറ്ററി ആണത് വേറെന്താ ബാറ്ററി? അത് നമുക്ക് സ്പാർക്ക് പ്ലഗ് പോവാം. ഇവിടെ ട്രാപ്പ് കൊടുക്കുന്ന വന്നത് ട്രാപ്പാണത് കാണാൻ പറ്റണില്ലേ? എന്താ ഇപ്പം ചെയ്യേണ്ടത്? എന്തായാലും കാർ ബാറ്ററി ഉണ്ട് കേട്ടോ. അതന്നെ കാർ ബാറ്ററി തന്നെ. ചെല്ല് എടാ ലാഗ്. അവിടെ സെൻസിറ്റിവിറ്റി ഭയങ്കര ഡേഞ്ചറായിട്ടാ. ഗ്രാനിയുടെ വായക്കാണ് നേരത്തെ പോയാൽ നമ്മൾ. തുറക്ക് ഇതിലെവിടെയെങ്കിലൊക്കെ അവിടെയാണ് വയ്ക്കേണ്ടത്. പിന്നെ ഇതിൽ നമുക്കറിയാത്തുണ്ട് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് നിന്നാൽ മതി ഇത്ര. അപ്പോൾ നമുക്ക് എവിടെയാച്ചെങ്കിൽ കയ്യുടെ ചിഹ്നം വരും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഈസിയാണ്. അയ്യോ, വാതിലുമൊക്കെ എന്തൊക്കെയുണ്ടല്ലോ. ഈ ബുക്കെടുത്ത് മുകളിലത്തെ റൂമിൽ എന്തോ വെക്കാണ്ട്. പിന്നെ മുകളിലെന്തോ സീക്രട്ട് റൂമൊക്കെ ഉണ്ടെന്ന് ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരനും കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു. മുകളിലെന്താ സീക്രട്ട് റൂം? എന്തത് കണ്ടില്ലല്ലോ. ഇതെന്താ സ്വിച്ച്? കബോർഡ് നീങ്ങിപ്പോയി. ഗ്രാനീനെന്താ ചെയ്ത് തൂക്കിയിട്ടിരിക്കുക. എന്തൊക്കെ ഇവിടെ നടക്കണേ? ഗ്രാനീനെ തൂക്കിയിട്ടിരിക്കുക. ഓരോരുത്തരും ഓരോ കാര്യമായിട്ട് വരിക. നമ്മൾ തന്നെ അതൊക്കെ കളിക്കണേ.
ഇനി ഈ സാധനം എന്തിനാണ് ഉപകാരപ്പെടുക? ഇതൊന്നും ഞാൻ ഇന്നലെ കണ്ടില്ല ഗൈസ്. ഇന്നലെ എല്ലാവരും ഗ്രാനി വന്ന് ഇന്നലെ ഗ്രാനി BMW ഓടിച്ചിട്ട് ഒന്ന് മാറാ. ഇതൊക്കെ മാറ്റി തട്ടിയാണ്. അതെന്താ? അതെന്തൊരു പട്ടനാണ്. അതെടുക്കാനാ? ഓടാ കൊയ്യ് എടുക്കാൻ. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ അതെടുക്കാൻ. ഇനി വല്ല പണിയാവും. ഒന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുമാര് പറയണായിട്ടേ വേണ. എന്തായാലും വേറെ പണിയില്ലാണ്ട് നിൽക്കല്ലേ. എടുത്താലോ? വേണ്ട. ഞാൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്തിരിക്കും. അതെൻ്റെ വാക്കാ. വേണ ചെറിയ പേടിയില്ലേ? ആടെ ചെയ്യാം നോട്ടെ. ഇങ്ങോട്ട് വരില്ല എന്നല്ല പറഞ്ഞേ. അവിടെ കുനിഞ്ഞ് വരുമോ? എന്തായാലും ഇത് നിലത്തിട്ട് ഇങ്ങോട്ട് വിളിക്കുക. കുനിഞ്ഞ് വരുമെന്ന് അറിയണ്ടേ. ഗ്രാനീനെ കാണാനില്ല. അത്ര നേരമായിട്ടും വന്നിട്ടില്ല. ഇത് വീഴ്ത്തിയിട്ടിട്ടൊന്നും വന്നിട്ടില്ല. ഗ്രാനി ഇപ്പോഴും ജീവിച്ചിട്ടില്ലേ? എന്താ ചെയ്യണ്ടേ? ശരി, എന്തെങ്കിലും ഒരു ഐഡിയ ആട്ട്. അതെടുക്കാൻ പോട്ടാ. നല്ല തന്നെ ഞാൻ അടുത്ത്. എന്താ ഹൃദയം പിടിപ്പോ എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ. ഒരു ജാതി ടൂണ്. നീന്ന് പാടാ. ടെഡിയാ? ഇതെവിടെ വെക്കാനാണോ? ടെഡിയല്ല, തെണ്ടിയാണത്. അമ്മൂമ്മേനെ കാണാനില്ല ഗൈസ്. അടുത്ത ഏത് ഗെയിമാണ് വേണ്ടെങ്കിൽ വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ടെഡിക്കുട്ടാ, ഞാനിവിടെ ഉണ്ടെന്ന് അമ്മൂമ്മോട് പോയി പറഞ്ഞിട്ടെന്നേ. ആദ്യമായിട്ട് കളിക്കണമെന്നില്ല. ഞാനൊരു പാവല്ലേ. അമ്മേ ഗ്രാനി വന്ന് എന്തൊക്കെ ഒരു ടൂണ്. ഹാർട്ട് ബീറ്റൊക്കെ കൂടുക. അയ്യോ അയ്യോ അയ്യോ. അമ്മൂമ്മ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ധാര ടെഡിയാ. അമ്മൂമ്മ എനിക്ക് ഹൈറ്റൊക്കെ ഇട്ടിട്ടാ. അപ്പം കുഞ്ഞിരിക്കണ കാരണ. ഒറ്റയ്ക്ക് പോയല്ല, ഞാനും ഉണ്ട്. അയ്യോ അപ്പം അമ്മൂമ്മ വരും. വന്നില്ലല്ലോ. എന്തെടുത്തിട്ടാ പോവാ? ഫ്രഞ്ച് എടുത്തിട്ട് തന്നെ പോവാല്ലേ? ഫ്രഞ്ച് തന്നെയാണ് അതിൻ്റെ പേര്. അതന്നെ ഫ്രഞ്ച്. പിന്നെ ഇവിടെ എന്തോ വെപ്പങ്കി ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാണെന്നറിയാം. ആ ബോക്സിൻ്റെ ഉള്ളാന്ന് തോന്നുന്നു. വെപ്പങ്കി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടാ. കള്ള ഗ്രാനിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അയ്യോ കയ്യിൽ നിന്ന് അറിയാൻ ഡ്രോപ്പ് അടിച്ച്. ഓക്കെ നമുക്ക് നല്ല എടുത്ത് മെല്ലെ കയറി. ഓക്കെ യെസ് ഇനി ആരോ കേട്ടോ. ഇത് കാറിൻ്റെ അവിടെ പോയിട്ടിട്ട് ഗ്രാനീനെ ഒന്നതും തട്ടാം. നമ്മൾ ഗ്രാനീനെ ഇപ്പോൾ 2 പ്രാവശ്യം തട്ടി. 1 പ്രാവശ്യം ഇടും തട്ടാം. ആദ്യം ഈ സാധനം ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മൾ പോയി ചാവും. അത് സെൻസിറ്റിവിറ്റി ഭയങ്കര വിഷയം കേട്ടോ. ഗ്രാനീനെ അണ്ണാക്കിക്കാണ് പോയേ. ഗായ്സ് ഇനി നിങ്ങൾ തന്നെ കണ്ടു. ഞാനധികം ഇനി പറയണില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ. ഗായ്സ് എന്തായാലും നമുക്ക് നോക്കാം. ഗ്രാൻ എന്തായാലും ഇപ്പോൾ വരും. നമുക്ക് ഗ്രാനിക്ക് ചായയോടെ സവോളയോടെ ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കുക. ആദ്യം വരുന്നുണ്ട് സൗണ്ടൊക്കെ ഉണ്ട്. ഞാൻ അധികം ഒന്നും പറയണില്ല. എന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഓളി ഇടണ്ടെന്ന് വെച്ചിട്ടാണ്, വേറൊന്നുമല്ല. അയ്യോ ഗ്രാനിയെ എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ വണ്ടിയിലുള്ളിരുന്നാൽ പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വണ്ടി തുറന്ന് നമ്മൾ തല പറിച്ചെടുക്കൂ. ഒരു വടിയുണ്ട്, ആ വടി കൊണ്ട് അടിക്കുന്നൊക്കെയാണ് പറയണേ. ഇന്നലെ 2 ഇന്നലെ പിന്നെ എന്തോ അവസാനം ചത്തിട്ട് എന്തോ നിലത്തേക്ക് തള്ളിയിടാം. എന്താ ചെയ്തേ? എന്തായാലും നമുക്കിനി ഇന്നലത്തെ കാര്യം വരുന്നുണ്ട്. അമ്മൂമ്മ ചായയോടെയും സോളോടെയും ഒരുമിച്ച് തരാം. അമ്മൂമ്മരെ പോക്ക് കാണുമ്പോൾ തന്നെ പട്ടി ചന്തയ്ക്ക് പോകണ പോലെ അടച്ചിട അമ്മൂമ്മനെ. അല്ല പിന്നെ കുക്ക് ചെയ്തേ. ഇന്നത്തെ നമ്മളെ പരിപാടി അമ്മൂമ്മ മന്തി.
നല്ല മന്തി തന്നെ. നമുക്ക് പക്ഷിയായുണ്ട്. അമ്മൂമ്മ മന്തി കഴിച്ചിട്ടുണ്ടെന്ന്. അമ്മൂമ്മ മന്തി ഉണ്ട് ഗൈസ്. നമുക്കൊന്ന് അമ്മൂമ്മനെ കണ്ടിട്ട് വരാം. വെറുതെ എന്തിനെ കാണണേ? പിന്നെ അല്ല നമ്മൾ കാണും. അതൊക്കെ അത്ര ഉള്ളൂ. ഓഫ്. അയ്യോ ഞാൻ ആൾക്കാർക്ക് പേര്. അമ്മൂമ്മ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നു. അയ്യോ അമ്മൂമ്മ മാറമ്മൂമ്മ. ഞാൻ ഫ്രഞ്ചൊന്നും എടുക്കട്ടെ അമ്മൂമ്മ. എന്താ അമ്മൂമ്മ ഇത് മുണ്ടക്കൽ ശേഖരി ഫ്രഞ്ച് എടുത്തങ്ങനെ ഇത് കയറാൻ അവിടെ എന്തോ ഉണ്ടല്ലോ മോനെ. തോക്കിൻ്റെ ബാക്കി പറഞ്ഞത് ഇതിക്ക് ഇനി എങ്ങനെ കയറുക? നേരത്തെ ഒരാളെ നമ്മളങ്ങോട്ട് നിലത്തേക്ക് ഞങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൂക്കിയിട്ടുണ്ടായിരുന്നേ നമ്മളെ അമ്മൂമ്മേനെ. നമുക്ക് ആ അമ്മൂമ്മേനെ എന്താ പറയുക, ഇത് ഗ്രാനി അമ്മൂമ്മ, അത് തൂങ്ങിയ അമ്മൂമ്മ. അപ്പോൾ തൂങ്ങിയ അമ്മൂമ്മേനെ നമ്മളെ നോക്കണം. വേണ്ട, നമ്മളതിനെ കെട്ടയച്ച് വിട്ടല്ലേ, പട്ടീനെ പോലെ കടിക്കാൻ വന്നാലോ. ഇതിൽ 3 എസ്കേപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇവിടെ ഇട്ട് മുറിക്കട്ടെ. സീവർ, ഡോറ്, കാറ്, അങ്ങനെ 3 എസ്കേപ്പ്. ഏതിലിട്ടാൽ മുറിക്കണ്ടേ? തല വെട്ടണ മെഷീനിലാണോ? അവിടെ ഇട്ടിട്ട് തന്നെ. ഇതിലിട്ടിട്ട് ഗ്രാനി ആൾക്കാർ കിട്ടി. മാസ്റ്റർ കീ ഇതാണ് ഇന്നലെ കിട്ടാണ്ടിരുന്നേ. ഡോർ എസ്കേപ്പിനുള്ള സാധനമായി. ഇത് മാത്രം പോരെ ഡോർ എസ്കേപ്പിന്? ഗായ്സ്, ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ അറിയാണ്ട് ചെയ്യേണ്ട നിങ്ങൾ കമൻറ്റ് ചെയ്തൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അല്ലാതെ എടുത്തിട്ട് ഇവിടെ കേട്ടെ. ഗ്രാനി ഇപ്പോൾ വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പറയാൻ പറ്റില്ല. ഗ്രാനിയാണ്. 2 മിനിറ്റിനെ കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വരിക. പെട്ടെന്ന് തന്നെ മറ്റേ സംഭവം എടുക്കട്ടെ. നമ്മൾ നേരത്തെ അവിടെ തോക്കിനെ വരട്ടെ. അയ്യോ ഒന്നും കാണാനില്ലല്ലോ. സെൻസിറ്റിവിറ്റി ഭയങ്കര തട്ടാക്കി. ദേഷ്യം വരുന്നുണ്ട്. എടാ ഒന്ന് എടുക്കറത്. ഗ്രാനിയൊന്നും വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. വന്നിട്ടുണ്ട് ഗ്രാനി. അമ്മൂമ്മ അതാ വന്നുപോയി. ഞാൻ പെട്ടെന്ന് തന്നെ പോയി സംഭവം വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ അടുത്ത പണി എനിക്ക് വരും. ഞാനെന്തൊരു തെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. എനിക്ക് ഗ്രാനി ഇന്നലെ കളിച്ച പരിചയമേ ഉള്ളൂ. അതുകൊണ്ടാണ്. നമ്മൾ പിന്നെ ഇങ്ങനത്തെ ഹൊറർ ഗെയിമൊന്നും അധികം കളിക്കാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്ക്. അല്ല പിന്നെ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടും. നിങ്ങൾ എത്ര സബ്സ്ക്രൈബ് ചെയ്യണോ അത്ര ധൈര്യം കിട്ടും. അപ്പോൾ ഗ്രാനി തള്ളേനെ പോയി അതങ്ങൾ തള്ളിയിടട്ടെ. ഒരു സുഖം. ഇനി ഗ്രാനി എവിടെയാന്ന് നോക്കേണ്ടി വരും. ഗ്രാനീനെ ഒന്നും കാണാനില്ലല്ലോ ഗൈസ്. മച്ചാമാരെ ഗ്രാനി ഒന്നോ ബോക്സുകാരനെ കാണാനില്ല. ഞാനേ ഇവിടേക്ക് കയറേണ്ട പകരം അപ്പുറത്തേക്ക് കയറി. ഞാൻ മറ്റേ ഭാഗത്തേക്ക് കയറാനാണ് ഉദ്ദേശിച്ചത്. ഗ്രാനി പോയി. ഞാനങ്ങോട്ട് വെച്ചങ്ങോട്ട് പിടിക്കുക. കണ്ടത്തി നേരെ അവിടേക്കാണ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇവിടെ തന്നെ ഗ്രാനിയാണോ എനിക്കറിയില്ല ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ ഇവിടെ തന്നെ ഗ്രാനിയാണ്. എനിക്ക് തോന്നുന്നില്ല, ഉണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ പറയും ഗ്രാനി തന്നെ കാണും. ഞാൻ അപ്പം എന്തായാലും ഇവിടുത്തെ ഈ റിമോട്ട് എടുത്തിട്ട് പോവാം. അതാ നല്ലത്. പിന്നെ
ഇതെവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കോണീര മോളിൽ നിന്നാണ് എൻ്റെ കൂട്ടുകാരപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഗ്രാനിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുറ ഓക്കെ ഇതിവിടെ ഇടാം. ഗ്രാനിനെ കാണുമോ എനിക്കറിയില്ല, സംശയമുണ്ട്. അവിടെ ഗ്രാനിനുണ്ട് ഇവിടെ കണ്ട. ഗ്രാനിനുണ്ട്. ഇങ്ങനെ ഉണ്ടാ, ഞാനവിടെ ആയിരുന്നില്ലേ? ഗ്രാനി ഉണ്ടല്ലേ. ഗ്രാനി ഓഫായി. ഓക്കെ, ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പുറത്തേക്കൊക്കെ അമ്മൂമ്മ നോക്കണ്ടല്ലോ. ഗ്രാനി അമ്മൂമ്മ, ഞാനിവിടെ ഉണ്ടറി. ഗ്രാനി പോവല്ലേ, ഞാനും ഉണ്ട്. ഗ്രാനി അമ്മമ്മ മോളിൽ പോയി. എനിക്കൊരു ഐഡിയ ഉണ്ട്. നേരെ ഈ മറ്റേ പടിയുമ്മ കൊണ്ട് വേണം അതിനെ പോണം. പണിയാണ് ഇന്നെന്തായാലും ഗ്രാനിനും അല്ല. അതാണ് നല്ല ഐഡിയ. വേഗം വാ, ചായയും വടിയും ചേട്ടൻ ഒരുമിച്ച് തരാം. ചായയും വടിയും ഇപ്പം ഒരുമിച്ച് തരാം. ഇപ്പം തരാം. ഇങ്ങോട്ട് വാ. എൻ്റെ ഈ നല്ല സ്പീഡല്ലോ തന്നെ. നല്ല സ്പീഡ് ചാവണം. അതാണ് ഗ്രാനിയുടെ ഒരു ഇത്. ഗ്രാനിയുടെ പോളിസി അതാണ്. ഓക്കെ, ഗ്രാനീനെ നമ്മൾ കുടുക്കി വണ്ടിയിലുള്ള കയറാം. ഇന്നലെ ഇതേപോലെ കുടുക്കിയതാ, തുറന്ന് വന്നില്ലേ, മണ്ണൊക്കെ അടിച്ചില്ലേ. അപ്പം അങ്ങനെ എന്താ ചെയ്യണ്ടേ? ഗ്രാനി ചത്തിട്ട് നേരെ നമുക്ക് പോയിട്ട് ഒറ്റ ഡോർ നോക്കാം അതിലുണ്ടാകുന്നു. എന്താ സീക്രട്ട് ഡോർ? പോയി. അല്ല പിന്നെ ഓഫാവും. റിമോട്ട് എടുക്ക് പോയിട്ട്. അല്ല വേണ്ട, ഇക്കാര്യം ചെയ്യാം. മാസ്റ്റർ കീ വെച്ച് തുറന്നു നോക്കട്ടെ. ഇനി പറയാൻ പറ്റില്ല, നിങ്ങളുടെ എസ്കേപ്പ് ആവാൻ പറ്റിയാലോ. എന്ത് ഞാൻ ചെയ്യണം? യൂസ് ചെയ്യണ്ട്. ഐ കാണ്ട് ഓപ്പൺ ദ ഡോർ ഇറ്റ്. അപ്പോൾ ഇതിന് കുറേ പണിയുണ്ട്. അപ്പോൾ എനിക്ക് വയ്യ ഇത് ചെയ്യാൻ. എന്തായാലും നമുക്ക് അടിയിൽ പോയി നോക്കാം ഗായ്സ്. ഓക്കെ, ഗ്രാനി ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾ. ഞാനാ കാര്യം വിട്ട് മാസ്റ്റർ കീ എടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് പെട്ടെന്ന് പോയി ചായയോടെയും സവോളവടയും കൊടുക്കുക. എൻ്റെ തൊണ്ടൊക്കെ ഇടർന്ന്. ഞാനിത് നിർത്തട്ടെ, ഞാനിനി പറയണ്ടോന്നു. ഇന്ന് നിങ്ങൾ കണ്ട് രസിക്കുക എൻ്റെ കളി. ഞാനെൻ്റെ പ്ലാനിങ് ഒന്നും ഇനി പറയാനില്ല. ഒരു മിനിറ്റ് കൂടിയും പറയാം. ഇതെന്തായാലും തുറക്കട്ടെ. കുൽജാവ് സിംസേ. ഇതെന്താ സാധനം? പെപ്പർ സ്പ്രേ. ഗ്രാനിയുടെ കണ്ണി കടിക്കാനുള്ളതാ. പ്രേമലൂരുണ്ടല്ലോ. പെപ്പർ സ്പ്രേ കണ്ണി കടിച്ചാൽ മതി, എതിരാളിയുടെ നിലം പരിശാവും.